അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് 3 വർഷം കൂടി ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കാം എന്നതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ സജീവമായി കഴിഞ്ഞു. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസും, അതുപോലെ തന്നെ അടുത്ത വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വരണം എന്ന രീതിയിൽ പ്രസിഡന്റ് ട്രംപ് തന്നെ സംസാരിക്കുകയുണ്ടായി. ട്രംപ് തന്നെ അടുത്ത തവണ പ്രസിഡൻ്റായി കളയാം, അതിന് വിസമ്മതമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്തായാലും അതിനുള്ള സാധ്യതകളൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനം കഴിയുമ്പോഴത്തേക്ക് ട്രംപിന് 82 വയസ്സാകും. പിന്നെ ഒരു 4 വർഷം കൂടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ 86 വയസ്സാകും. അപ്പോൾ അത്രയുമൊക്കെ പ്രായമുള്ള ആളുകൾ ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. എന്നുമാത്രമല്ല, ഭരണഘടനാപരമായിട്ട് ട്രംപിന് ഇനി 3ാം തവണ മത്സരിക്കാനും പാടില്ല. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് ചില വിദ്യകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പ്രസിഡന്റിൻ്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനൻ, ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു വക്താവായ അദ്ദേഹം പറയുന്നത്. അതെന്താണെന്ന് പുറത്തുവിട്ടിട്ടില്ല. എന്തോ അടവുകൾ. ഇപ്പം ഈ പ്രസിഡന്റ് ട്രംപ് വൈസ് പ്രസിഡന്റ് വാൻസിനെ പ്രസിഡൻ്റായിട്ട് മത്സരിപ്പിക്കുക, അതിൻ്റെ കൂടെ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുക, അതിനുശേഷം വാൻസ് അങ്ങ് രാജിവെച്ചിട്ട് ട്രംപിന് അധികാരം വിട്ടുകൊടുക്കുക. അപ്പം വാൻസ് രാജിവെക്കുമ്പോൾ, പ്രസിഡന്റ് രാജിവെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റ് ആവും. പക്ഷേ ഈ വൈസ് പ്രസിഡന്റിന് ഈ 2 തവണയെ എലക്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷേ എലക്ട് ചെയ്യാതെ ആണ് ഇത് വരുന്നത്. പക്ഷേ ഈ വൈസ് പ്രസിഡന്റ് ആകണമെങ്കിലും പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ആൾക്ക് മാത്രമേ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മത്സരിച്ച് അങ്ങനെ വരാനുള്ളൊരു സാധ്യതയും കാണുന്നുമില്ല. ഇനി വേറെ എന്തെങ്കിലും പഴുതുകളുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞും കൂടാ. എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ JD വാൻസും മാർക്കോ റൂബിയോയും. അപ്പം JD വാൻസ് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അഭിമാനകരം. നമ്മുടെ ഒരു ഇന്ത്യക്കാരി ഫസ്റ്റ് ലേഡിയാകും. എന്ന് മാത്രമല്ല ആദ്യത്തെ ഹിന്ദു വനിതയായിരിക്കും അവർ. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങൾ അവിടെയുണ്ട്. ഈ പ്രൈമറി ഇലക്ഷൻ നടക്കുന്ന ആദ്യ സ്റ്റേറ്റുകളിലൊന്നായ ന്യൂഹാംഷയറിൽ നടത്തിയ ഒരു സർവേയിൽ JD വാൻസിന് ഏതാണ്ട് 51% പേര് പിന്തുണച്ചു. നിക്കി ഹേലിക്ക് ഏതാണ്ട് 9% പേര്, മാർക്കോ റൂബിയോയ്ക്ക് ഏതാണ്ട് 5% പേരേ ഉള്ളൂ. അപ്പം പിന്നിലാണ്. അതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇപ്പോഴത്തെ സ്ഥിതി. അതിപ്പം സാമാന്യ നിലയിൽ പുതിയ സ്ഥാനാർത്ഥികളൊന്നും വരാതെ ഇവർ തന്നെ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. രണ്ടുപേരും ചെറുപ്പമാണ്, പ്രായോഗിക പരിചയമുണ്ട്. മാർക്കോ റൂബിയോയ്ക്കാണെങ്കിൽ US സെനറ്റർ എന്ന നിലയിലും ഒക്കെയുള്ള നല്ല പരിചയം, സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിലും ഒക്കെയുള്ള പ്രായോഗികമായ പരിചയം. വാൻസ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള പരിചയം. അപ്പോൾ എന്തുകൊണ്ടും ഇവർ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നോക്കുമ്പോൾ ഈ ന്യൂഹാംഷയറിലെ ആ സർവേയിൽ കണ്ടത്, ആ 1ാം സ്ഥാനത്ത് വന്നത് ഈ മുൻ ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി പീറ്റ് ബൂട്ടഡ്ജാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഗേ ആണ്. അദ്ദേഹത്തിൻ്റെ ഭർത്താവോ മറ്റോ ആണ് ഉള്ളത്. അപ്പോൾ അതും നല്ല ചരിത്രമായിരിക്കും അദ്ദേഹം എങ്ങാനും ജയിക്കുകയാണെങ്കിൽ. 2ാം സ്ഥാനത്ത് വന്നത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമാണ്. ഈ ബൂട്ടഡ്ജിന് 19% പേര് അദ്ദേഹത്തെ പിന്തുണച്ചു. ഗാവിൻ ന്യൂസമിനെ 15% പേര് പിന്തുണച്ചു. കമലാ ഹാരിസിനെ അതിൽ കുറവാണ്, 12% ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഈ ന്യൂയോർക്കിൽ നിന്നുള്ള AOC അലക്സാൻഡ്രിയ അക്കേഷ്യ കോർട്ടസ്, അപ്പോൾ അവരെയും AOCക്കും ഏതാണ്ട് 12% അവർക്കുമുള്ള പിന്തുണ. അവരും ഈ മാംദാനിയെ പോലെയൊക്കെ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതാണ് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇരിക്കുന്നത്. ഇനി പുതിയ സ്ഥാനാർത്ഥികൾ വരുമോ, പുതിയ മാറ്റങ്ങളുണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നതും. എന്തായാലും ഈ സ്ഥാനാർത്ഥികളൊന്നും നമ്മളെ അങ്ങോട്ട് ഇവർ വന്നേ പറ്റൂ, ഇവർ വന്നാലേ എല്ലാം ശരിയാവൂ എന്ന് കരുതാൻ മാത്രമുള്ള ഒരു പിന്തുണ കിട്ടത്തക്ക ആളുകളല്ല ഇവരൊന്നും. എല്ലാം എല്ലാവരെയും നമുക്ക് ഓരോ ധാരണകളുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ടുള്ളൊരു പുതിയ ആശയങ്ങളോ പുതിയ കാര്യങ്ങളോ AOC ഒഴിച്ച്, AOC മാത്രമാണ് ഇപ്പം മാംദാനിയെ പോലെയൊക്കെ ആ പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ പഴയ ആളുകളും പഴയ നിലപാടുകളും. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ, വലിയൊരു മാറ്റത്തിനുള്ള ഒരു സാധ്യതയൊന്നും അടുത്ത ഇലക്ഷനും നമ്മൾ കാണുന്നില്ല. ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ പോകുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് വിജയിക്കുന്നതെങ്കിൽ വാൻസും റൂബിയോയൊക്കെ ഇതേ നിലപാടുകൾ തുടരാനാണ് സാധ്യത. കാരണം ഇത് വിജയകരമാണെന്നും ജനങ്ങളുടെ നല്ലൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നും അവർക്ക് മനസ്സിലായി. ഈ ആൻറ്റി ഇമിഗ്രൻറ്റ് ആ നിലപാടുകളൊക്കെ ധാരാളം പേര്, ഇവിടുത്തെ അമേരിക്കൻ ജനതയിൽ നല്ലൊരു പങ്ക്
അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളൊരു സ്ഥിതി ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴേ ചർച്ച ചെയ്യാമെന്ന് മാത്രം.